നമുക്കിന്ന് എണ്ണയും നെയ്യും ഓയിലും ഒന്നും യൂസ് ചെയ്യാതെ ഒരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയാലോ. കുറച്ച് ചിക്കൻ എടുത്ത് അതിലേക്ക് വല്യുള്ളി, തക്കാളി, കറിവേപ്പില, മല്ലിയില എല്ലാം കുനുകുനാന്നരിഞ്ഞിട്ടിടണം. എന്നിട്ട് അതിലേക്ക് അതിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ചെറിയുള്ളിയും കുനുകുനാന്നരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കൈ വെച്ച് നന്നായിട്ട് അങ്ങ് കുഴച്ച് കൊടുക്കുക. ഇങ്ങനെ കിട്ടും. പിന്നെയാണ് നമ്മളെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ച പേസ്റ്റും കൂടെ ഇട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും മല്ലിപ്പൊടി, മുളകും പൊടി, കുറച്ച് ബിരിയാണി മസാല അല്ലെ ഗരം മസാല, ഇതിൻ്റെ മൂന്നിൻ്റെ മിക്സാണ് ഇത്. പിന്നെ തൈര് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. കുക്കറിൻ്റെ മൂടിയുടെ 2-3 ഫിസിൽ ഹൈ ഫ്ലെയിമിൽ അടിച്ചെടുക്കുക. സാധനം സെറ്റാണ്. ഒരു 2 ഗ്ലാസ് അരി എടുക്കുക, നല്ലപോലെ കഴുകുക. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം ഇട്ട് അതിലേക്ക് ഈ പറഞ്ഞ കൂട്ട് കറുകപ്പട്ട, കറാമ്പൂവ്, പിന്നെ സ്റ്റാർ, ഏലക്ക, പിന്നെ കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും ഉപ്പും അതിട്ട് നമുക്ക് നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചിക്കന് കുറച്ച് വെള്ളം അധികമുള്ളതുകൊണ്ട് ഞാനത് വറ്റിക്കാൻ വെക്കുവാണ്. വറ്റിച്ച് സെറ്റായ ചിക്കൻ, റെഡിയായ റൈസ്, ഇത് രണ്ടും കൂടി നമുക്ക് ദം ചെയ്യണം. റൈസ് ചിക്കൻ വെക്കുന്നു, അതിൻ്റെ മേളിലേക്ക് റൈസ് ഇടുന്നു. നമ്മൾ നോർമലി ദമ്മാക്കണ പോലെ തന്നെ ദമ്മാക്കി എടുക്കുന്നു. നമ്മുടെ ദം ബിരിയാണി വിത്തൗട്ട് ഓയിൽ, വിത്തൗട്ട് ഗീ, എനിത്തിങ് അങ്ങനത്തെ ഒരു സാധനം ഉപയോഗിക്കാതെ ഉണ്ടാക്കിയ ബിരിയാണിയാണ്. നമ്മൾ വിചാരിക്കണ പോലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ മേളിൽ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കുക്കർ മൂടി വെക്കുക, ലോ ഫ്ലെയിമിൽ വെക്കുക. ബിരിയാണി റെഡിയാവും. സെറ്റ് സാധനമാണ്. ട്രൈ ചെയ്ത് നോക്കുക. സോ ബൈ.